ഹായ്, വെൽക്കം ടു അനദർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീമോസ്റ്റാറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ജസ്റ്റ് ഹീമോസ്റ്റാറ്റ്സ് എന്താന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹീമോസ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? പ്രോസസ് ബൈ വിച്ച് ബോഡി സ്റ്റോപ്പ് ബ്ലീഡിങ് ആഫ്റ്റർ ആൻ ഇഞ്ചുറി. അതായത് ഒരു ഇഞ്ചുറിക്ക് ശേഷം നമ്മുടെ ബോഡിയിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ആയിട്ട് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഹീമോസ്റ്റാസിന് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. വാസ്കുലർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വാസോ കൺസ്ട്രക്ഷൻ, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആൻഡ് ക്ലോട്ട് ഫോർമേഷൻ, ക്ലോട്ട് റിട്രാക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് വാസോ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ചെയ്യും അല്ലെങ്കിൽ നാരോ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു റെഡ്യൂസ് ബ്ലഡ് ഫ്ലോ ഫ്രം ദി ഇഞ്ചുറി സൈറ്റ്. അതായത് ഇഞ്ചുറി സൈറ്റിന്റെ ബ്ലഡ് ഫ്ലോ ചെയ്യാതിരിക്കാനുള്ള ആ ഒരു റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് അല്ലെങ്കിൽ നാരോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹീമോസ്റ്റാസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആണ്. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള വെസൽസിന്റെ അവിടെ പോയിട്ട് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ഈച്ച് അതർ ആയിട്ട് അല്ലെങ്കിൽ വൺ ബൈ അനദർ ആയിട്ട് പ്ലേറ്റ്ലെറ്റ് സ്റ്റിക്ക് ചെയ്യും അല്ലെങ്കിൽ അഡ്ഹർ ചെയ്യും. അങ്ങനെ അവര് തമ്മിൽ അഡ്ഹർ ചെയ്തിട്ട് ഒരു ടെമ്പററി പ്ലഗ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അവർ ടെമ്പററി പ്ലഗ് ഫോം ചെയ്യുന്നതോടുകൂടി എന്താ ഉണ്ടാവുന്നത്? നമുക്ക് ബ്ലഡിന്റെ ഫ്ലോ ഒക്കെ കുറഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലെ? പ്ലേറ്റ്ലെറ്റിലാണ് എന്തൊരു പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യാന്നുള്ളതല്ലേ? സോറി, അത് കോയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ അല്ലേ പ്ലേറ്റ്ലെറ്റ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് എന്ത് ചെയ്യും? വൺ ബൈ അനദർ ആയിട്ട് ഹഡർ ചെയ്തിട്ട് അങ്ങനെ ഒരു ടെമ്പററി പ്ലഗ് ഫോം ചെയ്യും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ ക്ലോട്ട് റിട്രാക്ഷൻ ആയിരുന്നു. അതായത് നമ്മുടെ ഒരു സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് വഴി നമുക്ക് 13 കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഹീമോസ്റ്റാസിസിനെ ഹെൽപ്പ് ചെയ്ത് നമുക്കറിയാം. അപ്പൊ ഈ ഒരു കൊയാഗുലേഷൻ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും? ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു സ്റ്റെബിലൈസിങ് ക്ലോട്ട് ആയിട്ട് ഫോം ചെയ്യും അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ക്ലോട്ട് ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നത്. നമ്മളിതിൽ 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തുണ്ടായിരുന്നു? 13 കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ 2 പാത്വേസ് ഉണ്ട്. ഇൻട്രിൻസിക് പാത്വേ ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ. ഇൻട്രിൻസിക് പാത്വേയും എക്സ്ട്രിൻസിക് പാത്വേ ആണ് മേജർ 2 പാത്വേ എന്ന് പറയുന്നത്. അത് രണ്ടും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഏതിലായിരുന്നു? ഹീമോസ്റ്റാസിസിന്റെ അല്ലെങ്കിൽ കൊയാഗുലേഷൻ കാസ്കേഡിലാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൊയാഗുലേഷന്റെ മെക്കാനിസത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ വഴി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഹീമോസ്റ്റാസിസ് നടക്കുന്നതും. ഇനി നമ്മൾ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീമോസ്റ്റാസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് 13 കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ ആണ്. സെക്കൻഡ് കൊയാഗുലേഷൻ ഫാക്ടർ പ്രോത്രോംബിൻ ആണ്. തേർഡ് ടിഷ്യൂ ഫാക്ടർ അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. 4 എന്ന് പറയുന്നത് കാൽഷ്യം. 5 ലബൈൽ ഫാക്ടർ ആണ്. 6 നമുക്കറിയാം ആബ്സെന്റ് ആണ്. 7 സ്റ്റേബിൾ ഫാക്ടർ. 8 ആന്റി ഹീമോഫിലിക് ഫാക്ടർ. 9 ക്രിസ്മസ് ഫാക്ടർ. 10 സ്റ്റോർഡ് പവർ ഫാക്ടർ and 11 പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. 12 ഹേഗ്മാൻ ഫാക്ടർ ആണ്. ആൻഡ് 13 the last one എന്ന് പറയുന്നത് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കൊയാഗുലേഷൻ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിട്ടും 13 കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൊയാഗുലേഷൻ മെക്കാനിസം നടക്കുന്നത്. ഈ 13 കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ക്ലോട്ടിങ്ങിന് അല്ലെങ്കിൽ ഹീമോസ്റ്റാസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹീമോസ്റ്റാസിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. വാസോ കൺസ്ട്രക്ഷൻ, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആൻഡ് ക്ലോട്ട് റിട്രാക്ഷൻ അല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെക്കുക. ഓരോ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻസിലോട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് ഹീമോസ്റ്റാസിസ്? ഹീമോസ്റ്റാസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. ഏതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? വാസോ കൺസ്ട്രക്ഷൻ. ഓപ്ഷൻ സി വാസോ കൺസ്ട്രക്ഷൻ ആണ് എന്ത്? ഹീമോസ്റ്റാസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വാസോ കൺസ്ട്രക്ഷൻ ഒക്യൂർ ചെയ്യുന്നത് ഏതാണ്? ഇമ്മീഡിയറ്റ് ആഫ്റ്റർ വാസ്കുലർ ഇഞ്ചറിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്താ ഒക്യൂർ ചെയ്യും? വാസോ കൺസ്ട്രക്ഷൻ ഒക്യൂർ ചെയ്യും. അതെന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബ്ലഡ് വെസൽസ് എന്താ ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ ഇഞ്ചുറി സൈറ്റിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഹീമോസ്റ്റാസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആയിരുന്നു. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എപ്പോഴായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടായിരുന്നു വരുന്നത്. പിന്നെ വരുന്നത് ഫൈബ്രിനോലൈസ് ആണ്.
ഫൈബ്രിനോലൈസിസ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലേറ്റർ പ്രോസസ് ആണ്. അതായത് ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യുന്നൊക്കെ ലേറ്റർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്നത്. തേർഡ് പിന്നെ ഓപ്ഷൻ ഡി വരുന്നത് കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ എപ്പോഴാണ് ഒക്യൂർ ചെയ്യുന്നത്, നമ്മുടെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ശേഷമാണ് കൊയാഗുലേഷൻ, അല്ലെങ്കിൽ നമ്മൾ ക്ലോട്ട് റിട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ക്ലോട്ട് ഫോർമേഷൻ എന്നൊക്കെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതായിരുന്നു, വാസോ കൺസ്ട്രിക്ഷൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ കമ്പോണന്റ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. നമ്മുടെ പ്രൈമറി ഹീമോസ്റ്റാസിസിലെ കീ കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റ് ആണ് നമ്മുടെ പ്രൈമറി ഹീമോസ്റ്റാസിസിലെ കമ്പോണന്റ് എന്ന് പറയുന്നത്, അതായത് കീ കമ്പോണന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമറി ഹീമോസ്റ്റാസിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ അഡ്ഹറിങ് ആണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നത്, സ്റ്റിക്ക് ചെയ്യും അല്ലെങ്കിൽ അഡ്ഹർ ചെയ്യും, ഈച്ച് അതറായിട്ട് അഡ്ഹർ ചെയ്യും. എന്നിട്ട് എന്തായിരുന്നു അവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്, ടെമ്പററി പ്ലഗ് ഫോർമേഷൻ അല്ലെങ്കിൽ ടെമ്പററി പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രൈമറി ഹീമോസ്റ്റാസിസിലെ കീ കമ്പോണന്റ് ആയിട്ട് നമ്മുടെ പ്ലേറ്റ്ലെറ്റിനെ പറയുന്നതും. അവർ ടെമ്പററി ആയിട്ട് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ഫോം ചെയ്യും. വാസോ കൺസ്ട്രക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പിന്നെ അവരെന്താണ് ചെയ്യുന്നത്, പ്ലേറ്റ്ലെറ്റ് ഫോർമേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി ഹീമോസ്റ്റാസിസിലെ ഒരു മെയിൻ കമ്പോണന്റ് ആണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഫൈബ്രിനോജൻ, അതായത് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഏതായിരുന്നു, ഓപ്ഷൻ എ ഫൈബ്രിനോജൻ ആയിരുന്നു. ഫൈബ്രിനോജൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി ഹീമോസ്റ്റാസിസിലാണ്. അതായത് ഫൈബ്രിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈബ്രിനോജൻ യൂസ് ചെയ്യുന്നത്. ത്രോംബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ത്രോംബിനും അതുപോലെ തന്നെ കൊയാഗുലേഷൻ കാറ്ററിന്റെ സെക്കൻഡറി ഹീമോസ്റ്റാസിസിലാണ് വരുന്നത്. ഓപ്ഷൻ ഡി പ്ലാസ്മിൻ വരുന്നത് നമ്മുടെ പിന്നെ ഫൈബ്രിനോലൈസിസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്ലോട്ടിന്റെ ഡിസോൾവിങ്, ആ ഒരു ടൈമിലാണ് പ്ലാസ്മിൻ വരുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ത്രോംബിന് അതുപോലെ തന്നെ നമ്മുടെ ഫൈബ്രിനോജൻ എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ഹീമോസ്റ്റാസിലാണ്. പ്ലാസ്മിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ക്ലോട്ട്, നമ്മുടെ ഫൈബ്രിനോലൈസിസിന്റെ ടൈമിൽ ക്ലോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിലാണ് എന്ത് വേണ്ടത്, പ്ലാസ്മിൻ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഏതായിരുന്നു, പ്ലേറ്റ്ലെറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ടു ഫൈബ്രിൻ ഡ്യൂറിംഗ് ദി കൊയാഗുലേഷൻ ഓഫ് കാസ്കേഡ്. അതായത് ഏതൊരു പ്രോട്ടീൻ ആണ് ഫൈബ്രിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോട്ട് ഫോർമേഷന്റെ ടൈമിൽ അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പില് ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഏതായിരുന്നു കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫൈബ്രിനോജൻ ആണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ക്ലോട്ട് ഫോർമേഷന്റെ ടൈമിൽ ഏതാണ് ഫോം ചെയ്യുന്നത്, ഫൈബ്രിനോജൻ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. ഇനി അതിൽ ഓപ്ഷൻ വരുന്നത്, ഇതിൽ നിങ്ങൾ വേറെ മനസ്സിലാക്കുന്ന കാര്യം, ഓപ്ഷൻ വരുന്നത് ത്രോംബിൻ. ത്രോംബിൻ എന്താണ് ഹെൽപ്പ് ചെയ്യുക, നമ്മൾ പറഞ്ഞല്ലോ ഫൈബ്രിനോജൻ ഫൈബ്രിനായിട്ട് ഫോം ചെയ്യും, സ്റ്റേബിൾ ക്ലോട്ട് ഫോം ചെയ്യാന്നൊക്കെയുള്ളത്. അപ്പൊ ഈ ഒരു ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ആര്, ത്രോംബിൻ എന്ന് പറയുന്നത്. ഇതിൽ ആൻസർ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം. ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരായിരുന്നു, ത്രോംബിൻ എൻസൈം ആണ്. പ്രോത്രോംബിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ത്രോംബിന്റെ പ്രിക്കോസർ ആണ് ആര്, പ്രോത്രോംബിൻ. ഓക്കെ. പ്ലാസ്മിനോജൻ ആരുടെ പ്രിക്കോസർ ആണ്, നമ്മുടെ പ്ലാസ്മിന്റെ പ്രിക്കോസർ ആണ്. അതെന്ത് ചെയ്യും, നമ്മുടെ ഫൈബ്രിനെ ഡിസോൾവ് ചെയ്യും. നമ്മുടെ ഫൈബ്രിനോലൈസിസിൽ പ്ലാസ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ക്ലോട്ടിന്റെ ഇതല്ലേ, ക്ലോട്ടിന്റെ ബ്രേക്ക് ഡൗൺ അല്ലേ, അതായത് ഫൈബ്രിനോലൈസിന്റെ ടൈമിലാണ് നമുക്ക് പ്ലാസ്മിൻ ഇൻവോൾവ് ചെയ്യാൻ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്ലാസ്മിൻ എന്ന് പറയുന്നത് ഏതാണ്, പ്ലാസ്മിന്റെ പ്രിക്കോസർ ആണ്. അതുപോലെ തന്നെ പ്രോത്രോംബിൻ എന്ന് പറയുന്നത് ആരുടെ പ്രിക്കോസർ ആയിരുന്നു, ത്രോംബിന്റെ പ്രിക്കോസർ ആണ്. ത്രോംബിൻ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ഇൻ ഹീമോലിസിസ്. വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ, അതായത് നമ്മൾ ഒരുപാട് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ ഒരു റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് മീഡിയേറ്റ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷൻ ടു ദി എൻഡോത്തീലിയം. അതായത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് നമ്മുടെ എൻഡോത്തീലിയമായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് വെസലായിട്ട് അഡയർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ആരാണ്, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ. അത് തന്നെയാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് പിന്നെ നമ്മുടെ ഒരു ഇഞ്ചുറി സൈറ്റിലോട്ട് പ്ലേറ്റ്ലെറ്റിന്റെ അഡേഷൻ, നമ്മൾ പറഞ്ഞില്ലേ പ്ലേറ്റ്ലെറ്റ് ഫോർമേഷൻ ഫോം ചെയ്യുമെന്നൊക്കെയുള്ളത്. അപ്പൊ നമ്മുടെ ഇഞ്ചുറി സൈറ്റിലോട്ട് പ്ലേറ്റ്ലെറ്റിന്റെ അഡേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ആണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ റോൾ എന്താന്നുള്ളത്. എന്തായിരിക്കും, മീഡിയേറ്റ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷൻ ടു ദി എൻഡോത്തീലിയം. പ്ലേറ്റ്ലെറ്റിന്റെ അഡ്ഹഷൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. വേറെ ഓപ്ഷൻസ് വരുന്നത് ആക്ടിവേറ്റ് ഫാക്ടർ
8, അതായത് ഫാക്ടർ 8നെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഒരിക്കലുമില്ല ആക്ടിവേറ്റ് ചെയ്യില്ല, പക്ഷെ എന്ത് ചെയ്യും, വോൺ വില്യം ഫാക്ടർ എന്ത് ചെയ്യാറുണ്ട്, ഫാക്ടർ 8നെ സ്റ്റെബിലൈസ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല, ആക്ടിവേറ്റ് ചെയ്യില്ല. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. വോൺ വില്യം ഫാക്ടർ എന്ത് ചെയ്യും, ഫാക്ടർ 8നെ സ്റ്റെബിലൈസ് ചെയ്യാറുണ്ട്, പക്ഷെ എന്ത് ചെയ്യാറില്ല, ആക്ടിവേറ്റ് ചെയ്യാറില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് കൺവേർട്ട് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരായിരുന്നു, ത്രോംബിൻ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ത്രോംബിൻ ആണ്, ഒരിക്കലും എന്തല്ല, വോൺ വില്യം ഫാക്ടർ അല്ല. നെക്സ്റ്റ് വരുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് ക്ലോട്ട്സ്, അതായത് ക്ലോട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അതായത് ക്ലോട്ടിന്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഫൈബ്രിനോലൈസിസ്. ഫൈബ്രിനോലൈസിസ് ആരായിരുന്നു മീഡിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇൻവോൾവ് ചെയ്ത ഏതായിരുന്നു, പ്ലാസ്മിൻ ആയിരുന്നു അല്ലെ. അപ്പൊ അതും എന്തല്ല, വോൺ വില്ലിബ്രാൻ ഫാക്ടർ അല്ല. വോൺ വില്ലിബ്രാൻ ഫാക്ടർ എന്താ ചെയ്യുന്നത്, പ്ലേറ്റ്ലെറ്റിന്റെ അഡ്ഹഷൻ പ്രൊമോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പാത്വേ ഈസ് ആക്ടിവേറ്റഡ് ബൈ ടിഷ്യൂ ഫാക്ടർ ഡ്യൂറിങ് കോയാഗുലേഷൻ. ടിഷ്യൂ ഫാക്ടർ ഏത് പാത്വേനാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പാത്വേ ഉണ്ട്, രണ്ടല്ല 3 ഉണ്ട്. പിന്നെ ഇൻട്രിൻസിക് ഉണ്ട്, എക്സ്ട്രിൻസിക് ഉണ്ട്, കോമൺ പാത്വേ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് പാത്വേ ആണ് ടിഷ്യൂ ഫാക്ടർ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ എക്സ്ട്രിൻസിക് പാത്വേ ആണ് എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ടിഷ്യൂ ഫാക്ടർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ടിഷ്യൂ ഫാക്ടർ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരായിരുന്നു, എക്സ്ട്രിൻസിക് പാത്വേനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇൻട്രിൻസിക് പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്തുവഴിയാണ്, സർഫസ് കോൺട്രാക്ട് വഴിയാണ്. സർഫസ് കോൺട്രാക്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇൻട്രിൻസിക് പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് സർഫസ് കോൺടാക്ട് വഴിയാണ്. ഓക്കെ, പക്ഷെ എക്സ്ട്രിൻസിക് പാത്വേ എന്ത് ചെയ്യുന്നത്, ട്രിഗർ ചെയ്യുന്നത് ആരാണ്, ടിഷ്യൂ ഫാക്ടർ ആണ്. അതായത് നമ്മുടെ ഡാമേജ്ഡ് സെൽസ് നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ടിഷ്യൂ ഫാക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സ്ട്രിൻസിക് പാത്വേനെ ട്രിഗർ ചെയ്യുന്നത്. പക്ഷെ ഇൻട്രിൻസിക് പാത്വേനെ സർഫസ് കോൺടാക്ട് ആണ് ഇൻട്രിൻസിക് പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. കോമൺ പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ കോമൺ പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്, കോമൺ പാത്വേ ആക്ടിവേറ്റ് ആവുന്നത് എപ്പോഴാണ്, അതായത് നമ്മുടെ ഇൻട്രിൻസിക് പാത്വേയും എക്സ്ട്രിൻസിക് പാത്വേ കൺവേർജ് ചെയ്യുന്ന ടൈമിൽ, അതായത് അവർ മീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോമൺ പാത്വേ ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, കോമൺ പാത്വേ ആക്റ്റീവ് ചെയ്യുന്നത്. പിന്നെ ഫൈബ്രിനോലൈറ്റിക് പാത്വേ ആണ്. ഫൈബ്രിനോലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പ്ലോട്ടിന്റെ ഡിസോൾവേറ്റർ ആണ്. അതായത് നമ്മുടെ ടിഷ്യൂ ഫാക്ടർ ആയിട്ട് ഒരു റിലേഷനും അതിനില്ല. ഫൈബ്രിനോലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലോട്ടിന്റെ ഡിസോൾവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which factor is known as the anti-hemophilic factor A? Anti-hemophilic factor A എന്ന് പറയുന്നത് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ആണ്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോയാഗുലേഷൻ ഫാക്ടേഴ്സ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കോയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത് ഏതായിരുന്നു, ഫാക്ടർ 8 ആയിരുന്നു ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. ഫാക്ടർ 9 എന്ന് പറയുന്നത് ഏതായിരുന്നു, ആന്റി ഹീമോഫിലിക് ഫാക്ടർ ബി ആണ്. ഓക്കെ, ആന്റി ഹീമോഫിലിക് ഫാക്ടർ എ ആണ് നമ്മളോട് ചോദിച്ചത്, അത് 8 ആയിരുന്നു. ആന്റി ഹീമോഫിലിക് ഫാക്ടർ ബി എന്ന് പറയുന്നത് ഏതാണ്, ഫാക്ടർ 9 ആണ്. ഫാക്ടർ 10 ഏതാണ്, ഫാക്ടർ 10 എന്ന് പറയുന്നത് നമ്മുടെ കോമൺ പാത്വേയുടെ ഒരു പാർട്ടാണ്. ഓക്കെ, പിന്നെ ഫാക്ടർ 30 എന്ന് പറയുന്നത് സ്റ്റെബിലൈസ് ഫൈബ്രിൻ ക്ലോട്ട്. അപ്പൊ അതല്ല, ഫാക്ടർ 8 ആണ് എന്ന് പറയുന്നത് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എ എന്ന് പറയുന്നത്. Next question. What is the primary role of thrombin in the coagulation cascade? Thrombinന്റെ primary role എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ത്രോംബിന്റെ റോള്, കൺവേർട്സ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മുടെ ക്ലോട്ട് റിട്രാക്ഷന്റെ ടൈമിൽ ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് അതിന്റെ ഒരു കീ എൻസൈം എന്ന് പറയുന്നത്. പിന്നെ അതിൽ ബാക്കി ഓപ്ഷൻസ് നമുക്ക് പ്ലേറ്റ്ലെറ്റിനെ ആക്ടിവേറ്റ്, പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ത്രോംബിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്ലേറ്റ്ലെറ്റിനെ ആക്ടിവേറ്റ് ചെയ്യില്ല. പിന്നെ ബ്രേക്ക് ഡൗൺ ഫൈബ്രിൻ ക്ലോട്ട്സ്, അത് നമ്മുടെ പറഞ്ഞ ഫൈബ്രിൻ ക്ലോട്ടിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടെങ്കിൽ അതാണ് ഫൈബ്രിനോലൈസ്. അതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്ലാസ്മിൻ ആയിരുന്നു. പിന്നെ ഇൻഹിബിറ്റ് കൊയാഗുലേഷൻ, ഒരിക്കലും എന്തല്ല, കൊയാഗുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യല്ല. ത്രോംബിൻ എന്താ ചെയ്യുന്നത്, കൊയാഗുലേഷൻ പ്രൊമോട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ ഇൻഹിബിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. എന്തായിരുന്നു, കൺവേർട്ട് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ എപ്പോഴും ഇങ്ങനെ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഫൈബ്രിനോലൈസിസ്. അത് പ്ലാസ്മിൻ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കീ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ഫൈബ്രിനോലൈസിസ്? ആ ക്വസ്റ്റ്യൻ തന്നെ പിന്നീട് വന്നിട്ടുണ്ട്. ഫൈബ്രിനോലൈസിസിന് കീ എൻസൈം ആയിട്ടുള്ളത് ഏതാന്നുള്ളത്, ഏതായിരുന്നു, പ്ലാസ്മിൻ ആണ് ഫൈബ്രിനോലൈസിസിന്റെ കീ എൻസൈം ആയിട്ടുള്ളത്. പ്ലാസ്മിൻ എന്താ ചെയ്യുന്നത്, ഫൈബ്രിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ത്രോംബിൻ എന്തായിരുന്നു, ക്ലോട്ട് ഫോർമേഷനെയാണ്
പ്രൊമോട്ട് ചെയ്യുന്നത്. ടിഷ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ടിഷ്യൂ ഫാക്ടർ എന്തിനാണ് ഇനീഷ്യേറ്റ് ചെയ്യുക? നമ്മുടെ എക്സ്ട്രിൻസിക് പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആരായിരുന്നു? ടിഷ്യൂ ഫാക്ടർ ആണ്. ആന്റി ത്രോംബിൻ എന്ന് പറയുന്നത് നമ്മുടെ ത്രോംബിനെയും അതുപോലെ തന്നെ അതർ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിനെയും ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് പറയുന്നത്? ആന്റി ത്രോംബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പ്ലാസ്മിൻ ആണ്. പ്ലാസ്മിൻ ഫൈബ്രിനോ ലൈസിസ് ആണ്, അതായത് ബ്രേക്ക് ഡൗൺ ഓഫ് ക്ലോട്ട്. നെക്സ്റ്റ്, which test is used to evaluate the extrinsic and common pathway of coagulation? Extrinsic pathway അല്ലെങ്കിൽ common pathway ഒക്കെ നമുക്ക് പിന്നെ ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെസ്റ്റ് ആണ്, കോയാഗുലേഷൻ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാന്നുള്ളതാണ്. പ്രോത്രോംബിൻ ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രോത്രോംബിൻ ടൈം ആണ്. ഇത് നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോയാഗുലേഷൻ ടെസ്റ്റിന്റെ നമ്മുടെ സീരീസ് വരുന്ന ടൈമിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. പ്രോത്രോംബിൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോത്രോംബിൻ ടൈം ആണ് പിന്നെ ഏതാണ്ട് PT ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രിൻസിക് പാത്വേന്റെ കേസിൽ മെഷർ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് APTT ആയിരിക്കും എന്ത്? ഇൻട്രിൻസിക് പാത്വേന്റെ ഇതിൽ മെഷർ ചെയ്യുന്നത്. ബ്ലീഡിംഗ് ടൈം പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ആണ്, ഒരിക്കലും എന്തല്ല? കൊയാഗുലേഷൻ അല്ല. പിന്നെ അതുപോലെ തന്നെ ത്രോംബിൻ ടൈം എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ കൺവേർഷൻ ആണ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് അത്രയും കിട്ടി. PT എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാൻ, എക്സ്ട്രിൻസിക് പാത്വേ വഴി ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ടൈം മെഷർ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? പ്രോത്രോംബിൻ ടൈം ചെയ്യുന്നത്. APTT അത് ഇതിൽ ചെയ്യും, എക്സ്ട്രിൻസിക് പാത്വേയിൽ ചെയ്യും. പിന്നെ ബ്ലീഡിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ നോക്കാനാണ്, ഒരിക്കലും എന്തല്ല? കൊയാഗുലേഷൻ അല്ല. ത്രോംബിൻ ടൈം എന്ന് പറയുന്നതാണ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ കൺവേർഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ത്രോംബിൻ ടൈം മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നോക്കി ഏതിനൊക്കെയാണെന്നുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which anticoagulant inhibit vitamin K dependent clotting factors? ഏതൊരു ആന്റികോയാഗുലന്റ് ആണ് നമ്മുടെ വൈറ്റമിൻ K ഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഫാക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി വാർഫാരിൻ ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. വാർഫാരിൻ എന്ത് ചെയ്യും? വാർഫാരിൻ ആണ് പിന്നെ വൈറ്റമിൻ K ഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് പിന്നെ വൈറ്റമിൻ K ഡിപെൻഡന്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 2, 7, 9 and 10. 2, 7, 9, 10. 2, 7, 9, 10 ആണ് വൈറ്റമിൻ K ഡിപെൻഡന്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണ്? വാർഫാരിൻ ആണ്. നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഹെപ്പാരിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ത്രോംബിൻ ആൻഡ് ഫാക്ടർ 10A ആണ്. ത്രോംബിൻ ആൻഡ് ഫാക്ടർ 10A ഹെപ്പാരിൻ ഇൻഹിബിറ്റ് ചെയ്യും. ആസ്പിരിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആണ് ആസ്പിരിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്താ ചെയ്യുന്നത്? പ്ലാസ്മിനോജൻ എന്തായിരുന്നു? നമ്മുടെ പ്ലാസ്മിന്റെ പ്രിക്കോസർ അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യും? നമ്മുടെ പ്ലാസ്മിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ അത് ഫൈബ്രിനോലൈസിസ് നടക്കും. ഇതും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർഫാരിൻ ആരൊക്കെയായിരുന്നു ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫാക്ടർ 2, 7, 9 and 10 എന്തിട്ടുണ്ടായിരുന്നു? ഇൻഹിബിറ്റ് ചെയ്യും. അവരൊക്കെ ആരായിരുന്നു? വൈറ്റമിൻ K ഡിപെൻഡന്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു. ഈ ഹെപ്പാരിൻ എന്തായിരുന്നു? ത്രോംബിനെയും അതുപോലെ തന്നെ ഫാക്ടർ 10A എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ആസ്പിരിൻ എന്തിനായിരുന്നു ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ ആയിരുന്നു ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലാസ്മിനോജൻ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാസ്മിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈബ്രിനോലൈസിൻ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വാർഫാരിൻ, ഹെപ്പാരിൻ, ആസ്പിരിൻ എല്ലാത്തിന്റെയും നിങ്ങൾക്ക് എന്താണ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ചോദിച്ചത് വാർഫാരിൻ ആണെങ്കിൽ കൂടി ഏതൊക്കെയാണ് വാർഫാരിന് ഏതാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. വാർഫാരിൻ അതുപോലെ തന്നെ വൈറ്റമിൻ K ഡിപെൻഡന്റ് പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഏതാണെന്നുള്ളത് മനസ്സിലായി. ഹെപ്പാരിൻ ആരെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് മനസ്സിലായി. ആസ്പിരിൻ എന്തിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങളും നോക്കി വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.